മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, ഈ പ്രഭാതത്തിൽ ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം 1-ാമത്തെ വാക്യം നമുക്ക് ധ്യാനിക്കാം. ദ ബുക്ക് ഓഫ് ജനേസിസ് ചാപ്റ്റർ 15 വേഴ്സ് 1. ദൈവം നിനക്ക് പരിചയാണ്, നിന്റെ പ്രതിഫലം വളരെ വലുതായിരിക്കും. 3 പതിറ്റാണ്ട് മുൻപാണ് സംഭവം. മൊബൈൽ ഫോണുകളെ കുറിച്ച് കേട്ടുകേൾവി പോലും ഇല്ലാത്ത കാലം. അന്ന് ഒരു ഇടവക വികാരിക്ക് തന്റെ സഹോദരിയുടെ വിവാഹത്തിന് ടെലഗ്രാം അയക്കാനേ പറ്റിയുള്ളൂ. ഇതിലധികമൊന്നും എഴുതാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഏറ്റവും നല്ലൊരു സന്ദേശമാണ് അദ്ദേഹം കുറിച്ചത്. ബൈബിളിൽ വിശുദ്ധ യോഹന്നാന്റെ 1-ാം ലേഖനത്തിലെ 4-ാം അധ്യായം 18-ാം വാക്യമായിരുന്നു അത്. അതിങ്ങനെയായിരുന്നു: സ്നേഹത്തിൽ ഭയത്തിന് ഇടമില്ല, മറിച്ച് പൂർണ്ണമായ സ്നേഹം ഭയത്തെ ബഹിഷ്കരിക്കുന്നു. ഈ വാക്യങ്ങൾ വൈവാഹിക ജീവിതവുമായി പൊരുത്തപ്പെടുന്നവയാണെന്ന് അദ്ദേഹത്തിന് തോന്നി. ടെലഗ്രാം അടിച്ചപ്പോൾ ഒരു ചെറിയ തെറ്റുപറ്റി. 1 യോഹന്നാൻ 4:18 എന്നത് യോഹന്നാൻ 4:18 എന്ന് മാത്രമേ എഴുതിയുള്ളൂ. ധൃതിക്കിടയില് അച്ഛനത് വിട്ടുപോയി. സഹോദരിയുടെ വീട്ടിൽ വിവാഹമേളം തകർത്തടിച്ച് നടക്കുന്നു. അപ്പോഴാണ് ടെലഗ്രാമുമായി പോസ്റ്റ്മാൻ ഓടി വരുന്നത്. ഭീതിയോടെ സഹോദരി അത് കൈപ്പറ്റി. ആശ്വാസം സ്വന്തം സഹോദരനായ വൈദികന്റെ ആശംസയാണ്. ബൈബിൾ തുറന്ന് വാക്യം നോക്കി. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 18-ാം വാക്യമാണ് അവർ നോക്കിയത്. അതിലവരിങ്ങനെ വായിച്ചു: നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, ഇപ്പോഴുള്ളവൻ നിന്റെ ഭർത്താവല്ല. ഈ സന്ദേശം കണ്ട് വധു മാത്രമല്ല, വരനും ഞെട്ടിപ്പോയി. അതെ, എബ്രഹാം ലിങ്കൺ പറയുന്നുണ്ട്, ബൈബിളിനെ കുറിച്ചുള്ള സമഗ്രമായ അവബോധം കലാലയ വിദ്യാഭ്യാസത്തെക്കാൾ വിലയേറിയതാണ്. അപ്പം ദൈവമാണ് നമുക്ക് പരിച. ആ ദൈവത്തിലുള്ള വിശ്വാസം ഉറപ്പിക്കപ്പെടുമ്പോൾ അത് തീർച്ചയായിട്ടും ദൈവം നമുക്ക് ഏറെ അനുഗ്രഹങ്ങൾക്ക് ഇടയാക്കും എന്നുള്ളതിന് സംശയമില്ല. ആ ദൈവവചനത്തെ ആധാരമാക്കിക്കൊണ്ട് നമ്മുടെ അനുദിന ജീവിതത്തെ കരുപ്പിടിപ്പിക്കുവാൻ, അതിനാശ്രയിക്കുവാൻ നമുക്ക് എല്ലാവർക്കും കഴിയട്ടെ. നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കും, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.